സർഗ എന്തു സർഗയുടെ വോയിസിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഭയങ്കര രസമായിരുന്നു കേൾക്കാനായിട്ട്. താങ്ക് യു. നമുക്ക് എന്തായാലും ചോദിക്കാം. ആദ്യം തിരുമേനോട് തന്നെ ചോദിക്കാം. നന്നായി പാടി മോള്. താങ്ക് യു. ആ ഓപ്പണിംഗ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല രസമായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ തിരുമേൻ, താങ്ക് യു. ശരത് ശരത്തോ? ശരത് സാറിന് Hey Sharath, what's your comment on Hey, the Mr. song? Sharath, you can talk. അതല്ല ഞങ്ങൾ അത്രേ കേട്ടുള്ളൂ. ഞാൻ സാറ് പറഞ്ഞു. പക്ഷെ മറ്റേ ഇങ്ങനെ തിരുമേനി എന്നൊക്കെ. ശരത്ത് സാറില് കാറ്റ് മാത്രമേ വന്നുള്ളൂ. അതാ സോറി. എന്റെ കാറ്റ് പോയി. ശരത് സാർ. മക്കളെ ഉഗ്രായിട്ട് പാടിയടാ. താങ്ക് യു സാർ. നല്ല നല്ല സുഖമായിരുന്നു മോള് പാടുന്ന കേൾക്കാൻ. താങ്ക് യു സാർ. കേട്ടോ? പിന്നെ ഇത് പറയുന്ന ഇപ്പോ ഈ രാഗം ഇത് തുടങ്ങുന്നില്ലേ, അത് കറക്റ്റായിട്ട് ആ നോട്ടിൽ ചേരണം മോള്. അതായിരുന്നു ഒരു ഇച്ചിരി ഓടായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ തന്ത ഇരുന്നു തായി ഇരുന്നു ഇരുന്നു എന്നുള്ളത് ഇരുന്നു എന്നല്ല, തന്ത ഉണ്ടായിട്ടും അമ്മ ഉണ്ടായിട്ടും എന്നാണ് അർത്ഥം. ഒരു മൂടൽ അതിൽ വേണം, ഇരുന്നു എന്നല്ല കേട്ടോ. അതോടെ മോളെ പിന്നെ ഈ രണ്ട് ചരണങ്ങളുടെയും തുടക്കത്തിലുള്ള അത് കുറച്ചും കൂടെ സ്റ്റഡി ആകാമായിരുന്നു കേട്ടോ. പിന്നെ മോളെ ഈ പാട്ട് പഠിച്ച സംഗതി ഉണ്ട്, അത് കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങ് പാടണം. മോള് നല്ല പാട്ടുകാരിയല്ലേ, പിന്നെന്തിനാണ് അവിടെ ഒരു സംശയത്തിന്റെ നിഴൽ? അല്ല അവിടെ ചമ്മണ്ട കാര്യമൊന്നുമില്ല, നമ്മളെന്തൊക്കെയാലും പാടാൻ വേണ്ടി വന്നില്ലേ, പിന്നെ തകർക്കുക. അപ്പൊ ഇതിനോട് മോളെ ഉഗ്രായിട്ട് പാടി കേട്ടോ. ചില സംഗതികളൊക്കെ വണ്ടർഫുൾ ആയിരുന്നു കേട്ടോ. ഇതിങ്ങനെ തന്നെ പോവാം മക്കളെ കേട്ടോ. അപ്പൊ ഇതിനോട് ചേർന്ന് ഞാനൊരു എനിക്കറിയാവുന്ന ഒരു സംഭവം പറഞ്ഞുതരാം. ഇതിന്റെ കമ്പോസിങ്, ഈ ഫിലിം എന്ന് പറഞ്ഞാൽ ഏത് ഫിലിമാണ്? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി എന്നുള്ള ചിത്രമാണ്. കെ ബാലചന്ദ്ര സാർ ആണ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം രാജാ സാറിൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ് ഈ ഇതിൻ്റെ ഒരു കഥാതന്തുവൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇതിന്ന ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പാട്ട് എന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞ് രാജാ സാർ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് ഞാനൊരു സിന്ധു എന്ന് പാടിയപ്പോൾ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പർട്ടിക്കുലർ സീൻ എഴുതിയിരുന്ന ഈ പാട്ടിൻ്റെ ഇത് എഴുതിയിരുന്ന ഇത് തുറന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, ഞാനൊരു സിന്ധു എന്ന് തുടങ്ങാമെന്ന് ഈ പാട്ട്. അത് രാജാ സാറ് അത് തന്നെ പാടി, അത് ഞെട്ടിപ്പോയി. കാര്യം അത്രയ്ക്ക് ഒരു എന്താ പറയണ്ട ഒരു ദൈവീകമുള്ള മനുഷ്യനാണ് രാജാ സാർ കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം മക്കളെ എന്തൊക്കെയാലും ഒരു നല്ല അനുഭവമായിരുന്നു. ചക്കര നന്നായിട്ട് പാടി. മോളി ഇത് ചെറിയ മൈനറായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ കറക്റ്റ് ചെയ്താൽ അസാധ്യം. അതുപോലെ നല്ല ടോണാണ് കുഞ്ഞിന്, നല്ല രസമാണ് കേൾക്കാൻ കേട്ടോ. എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ ചക്കരയ്ക്ക്. താങ്ക് യു സാർ. ഗംഭീരായിട്ട് പാടി മോളെ. താങ്ക് യു സാർ. എൻ വിധി അപ്പോഴേ എന്തായിരുന്നത്? തെരിഞ്ഞിരുന്നാലേ. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞേ? എന്റെ വിധി അപ്പോഴേ അറിഞ്ഞിരുന്നു. നിന്റെ വിധി എന്തോന്നറിയില്ല, നേരത്തെ തന്നെ ഈ പുള്ളിക്ക് അറിയായിരുന്നു. ഞാൻ നോക്കുമ്പോഴേ സർഗ പാടി തുടങ്ങുന്നതിന് മുന്നേ ഒരു 2 വരയും 2 സർക്കിളും കറക്റ്റ് തെറ്റിക്കുമായിരിക്കുന്നു. ഞാൻ പറഞ്ഞു അവൾ പാടി തുടങ്ങില്ലല്ലോ. ബാലേന്ദ്ര കറക്റ്റ് അവിടെ അവള് മിസ്റ്റേക്ക് ഉണ്ടാക്കി. മിസ്റ്റേക്ക് അല്ല, പ്രൊനൗൺസിയേഷന്റെ ഒരു ഡിക്ഷന്റെ ഒരു പ്രശ്നം ഉണ്ടാക്കി. തലൈവാ അല്ല ചിലതൊക്കെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ആ സമയത്ത് പേനായും തപ്പി നടക്കണ്ട. അതുകൊണ്ടാ കേട്ടോ, ആ സമയത്ത് പേനയും തപ്പി നടക്കേണ്ടി വന്നില്ല. കാരണം നേരത്തെ വട്ടവും വരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ. എന്നാ മനുഷ്യൻ. സർഗ അടിപൊളിയായിട്ട് പാടി, ഗംഭീര സിംഗിങ് ആയിരുന്നു. ആൻഡ് ഒറ്റ വോയിസ് മോളെ, എന്തൊരു വോയിസ്, ഉഗ്രം വോയിസ് കേട്ടോ. ഞാനൊരു സിന്ധു കാവടി ചിന്ത് രാഗം പുരിയവില്ല, ഉള്ള സോഹം തെരിയവില്ല, തന്ത ഇരുന്നും തായും ഇരുന്നു സ്വന്തം എതുവുമില്ല, അത് சொல்ல தெரியவில்ல. ഈ വോയിസ് ടെക്സ്ചറിന് ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. ഓക്കെ, എനിക്ക് അത്രേ പ്രാർത്ഥനയുള്ളൂ. എനിക്ക് ആകെ ഫീൽ ചെയ്തത് 2 ചരണത്തിന്റെയും ഫസ്റ്റ് ലൈൻ അത് വേറൊരു പാറ്റേണിലാണല്ലോ വരുന്നത്. അത് മാത്രം ഒന്ന് കുറച്ചൊന്ന് ശ്രുതി ചേരാതെ നിന്നു. പിന്നെ അത്രേ ഉള്ളൂ. എനിക്ക് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു ഞാൻ കേട്ടോ. അടിപൊളിയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹരിചേട്ടാ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മോളുടെ വോയിസിന് സ്യൂട്ട് ആവുന്ന ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്ന എല്ലാ റൗണ്ട്സിലും കറക്റ്റ് ചോയ്സ് ആണ് മോൾ കൊണ്ടുവരാറുള്ളത്. എന്തായാലും നല്ല സിംഗിങ് ആയിരുന്നു. ആ പറയേണ്ട കാര്യങ്ങളൊക്കെ ശരത്തേട്ടനും ബാക്കി എല്ലാവരും പറഞ്ഞു. എനിവേ നൈസ്, ഇങ്ങനെയൊക്കെ പോട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരിചേട്ടാ.
മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഷാനിക്ക. സർഗ എന്തോ 9. താങ്ക് യു സർ. സൂപ്പർ. ഹരിച്ചേട്ടാ 9. താങ്ക് യു സർ. 18 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു മാർക്ക് ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് അറിയാം. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പാടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത റൗണ്ടും അടിപൊളിയാക്കണം. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga sa sa